ഗുഡ് മോർണിംഗ്. ഇതാ ഇവിടെ ഭക്ഷണത്തിനായിട്ട് എൻ്റെ കൺമണിക്കുട്ടി വന്ന് കിടക്കുന്നുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന ഒരു തെരുവ് നായിയാണ് ഇവിടെ ഭക്ഷണത്തിന് വരാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ മുൻപിൽ അവിടെയാണ് എൻ്റെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായിട്ട് റോഡ് എനിക്ക് ക്ലീൻ ആക്കാനും ഒന്നും സാധിച്ചിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പുല്ല് വന്ന് ചെടികളും ചെടിച്ചട്ടികളൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ മുൻപ് ഈ ഒരു കാനയിൽ കുറച്ച് നായ്ക്കുട്ടികളെയൊക്കെ ആരോ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ നിറച്ചും പുല്ലായിരുന്നു, പെട്ടെന്നൊന്നും കാണില്ല. ഇപ്പോൾ ഞാൻ ഞായറാഴ്ച കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഒരു പകുതി ഭാഗം, ഇപ്പോഴും അപ്പുറത്തെ സൈഡിൽ കുറച്ച് പുല്ലും ഇതൊക്കെ ഉണ്ടെങ്കിലും പറ്റാവുന്ന ഒരു പകുതി ഭാഗം ഞാൻ ക്ലീൻ ആക്കിയിട്ട് എൻ്റെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ ചെടിച്ചട്ടികൾ ഇങ്ങോട്ട് എടുത്ത് വെക്കാനുള്ളൊരു കാരണം എൻ്റെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ വെയിൽ കിട്ടുന്നത് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വെച്ചാലാണ് പൂക്കളും അതുപോലെ പച്ചക്കറികളാണെങ്കിലും ഉണ്ടാവുള്ളൂ. ഇത് നോക്കിയാൽ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ക്യാബേജിൻ്റെയും അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെയും തൈക്കളാണ്. ഒരു 10-25 തൈക്കൾ കിട്ടിയിരുന്നു. എല്ലാ പ്രാവശ്യവും ക്യാബേജും കോളിഫ്ലവർ നടുമ്പോൾ നടേണ്ട ഒരു സമയം കുറച്ച് വൈകിട്ടാണ് എൻ്റെ സമയമാവാറ്. തൈകൾ നേരത്തെ കിട്ടിയാലും ഞാനത് നട്ട് പിടിച്ച് വരുമ്പോൾ നമ്മുടെ ഒഴിവിനനുസരിച്ചിട്ടാണല്ലോ നടാറ്. അത് സമയം ഇത്തിരി വൈകും. പക്ഷെ ഇപ്പോൾ നടാൻ ഇത്തിരി വൈകിയാലും നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാതും പിടിച്ചിട്ടുണ്ട്. അത് നല്ല കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. ഇപ്പോൾ പകുതി ഭാഗം ഞാൻ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞല്ലോ, ബാക്കി പകുതി ഭാഗമാണ് ഇതിൽ കാണണത്. ഇനിയും കുറേശ്ശേയും കൂടി ഭാഗങ്ങൾ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഏരിയ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തൊട്ട് ഞങ്ങളുടെ വീട് വരെയുള്ള ഭാഗം ഞാൻ തന്നെയാണ് ഇങ്ങനെ അധികം ചെടിച്ചട്ടികളും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീട്ടിലെ വെയിലില്ലാത്തത് കൊണ്ട് ചെടി നടാനുള്ള മോഹമൊക്കെ ഞാൻ തീർക്കുന്നത് റോട്ടിൽ ചെടികൾ വെച്ചിട്ട് തന്നെയാണ്. കൺമണിക്കുട്ടി ഇത് അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് ഈ ചെടികളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് എത്ര സമയം കിട്ടിയില്ലെങ്കിലും ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരി, ഓക്കേ.